എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എത്രമാത്രം പഠിച്ചു എന്ന് ചോദിച്ചാലും എനിക്കറിയത്തില്ല. ഇവിടെ വളരെ വിദഗ്ധരായ അജീവ്കുമാർ വൈദ്യന്മാരെ പോലെയുള്ള മർമ്മ വിദഗ്ധരുമുണ്ട്. ഇവരോടൊക്കെ ചോദിച്ചാൽ, എൻ്റെ ഗുരുനാഥനോട് ഞാൻ ഒരിക്കൽ ചോദിച്ചു, എന്ന് മർമ്മം പഠിച്ച് അവസാനിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഒരു 4 പുരുഷായുസ് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പുരുഷായുസ് എത്രയാണെന്ന് അറിയില്ല, ചെറുതായിരിക്കുമ്പോൾ, അത് 15 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഒരു പുരുഷായുസ് എത്ര വർഷമാണെന്ന് അറിയാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, 120 വർഷമാണ്. അപ്പോൾ 4 പുരുഷായുസ് എത്രയാണെന്ന് ചോദിച്ചു. അപ്പോൾ 420 എന്നാ പറഞ്ഞേ. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ എത്രമാത്രം നമ്മൾ അതിനകത്തോട്ട് കീനായിട്ട് ഒബ്സർവേഷനിലൂടെ അതിനകത്തോട്ട് ആഴത്തിൽ ഇറങ്ങുമോ, അതൊരു സാധനമായിട്ട് മാറ്റുമോ, അതൊരു തപസ്യയാക്കി എടുക്കുമോ, അതനുസരിച്ച് നമുക്ക് പടിപടിയായിട്ട് ഉയരാൻ സാധിക്കും. അത് മർമ്മത്തിൻ്റെ പേരുകളൊക്കെ വേണേൽ സാറിന് ഒരു ദിവസം കൊണ്ട് പഠിക്കാം. പക്ഷെ അതിൻ്റെ ചാലകങ്ങളും അതിൻ്റെ പ്രവർത്തന രീതികളും എല്ലാം പഠിക്കണമെങ്കിൽ ഓരോന്നും കണ്ടും കേട്ടും മനസ്സിലാക്കി മുമ്പോട്ട് പോകണം. അപ്പോൾ പഠിക്കാൻ സാധിക്കും. പക്ഷെ പഠിക്കാൻ ബുദ്ധിമുട്ടല്ല, അതൊരു ജീവിതചര്യ തന്നെയാണ്. അവനവനെക്കുറിച്ച് തിരിച്ചറിയുന്ന ഒരു ജീവിതചര്യയാണ് മർമ്മശാസ്ത്രം എന്നത്. ഇനിയുണ്ടോ ചോദ്യം? ഞാൻ ഉത്തരം മുട്ടിച്ചില്ലല്ലോ. തിരുവനന്തപുരത്ത് ഇന്ന് വന്ന സുരേഷ് കുമാർ സാറുമായിട്ട് ബന്ധപ്പെട്ട പഠിക്കാൻ പറ്റും. അദ്ദേഹം വളരെയേറെ പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം കുറച്ചും കൂടെ പഴയകാല വൈദ്യന്മാരെക്കാട്ടിലും കുറച്ചും കൂടി ജനറസ് ആണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ കോഴ്സുകൾ നടത്തുന്നുണ്ട്. കുറച്ചും കൂടി തിരുവനന്തപുരം മേഖലയിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ ഏറ്റവും എളുപ്പം അതായിരിക്കും. സുരേഷ് കുമാർ സാറിൻ്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ തരാം. സാർ ഒരു സംശയം, മാസ്റ്റർ ചൊവ്വാക്കോക്സിയുടെ പ്രാണിക് ഹീലിംഗ് എന്ന് പറഞ്ഞിട്ട് നടക്കുന്നുണ്ട്. നമ്മുടെ ഊർജ്ജ കേന്ദ്രങ്ങളെ ശുദ്ധീകരിക്കുകയും എനർജൈസ് ചെയ്യുകയും ചെയ്യുന്നത്, അത് നമ്മുടെ ഭാരതീയ ചികിത്സയുടെ പുരാതന ഭാരതീയ ചികിത്സയിൽ പെട്ടതാണോ? വളരെ വളരെ ലളിതമായ ഉത്തരം. ശ്വാസപരുക്കം എന്ന് പറയുന്ന ഒരു അഭ്യാസമുറ കളരിയിലുണ്ട്, അല്ലേ അജീവ്കുമാർ വൈദ്യരെ? അതാണ് ഈ പറയുന്ന പ്രാണിക് ഹീലിംഗ്. വളരെ ലളിതമാണ്. ശ്വാസപരുക്കം ഇവിടെ ഉണ്ടായിരുന്ന സമ്പ്രദായമാണ്. അപ്പോൾ അതായത് ഈ അഭ്യാസികൾക്ക് പരിക്കേൽക്കാതെ അവരവരുടെ ശരീരത്തെ സംരക്ഷിക്കുന്നത് ഈ വായുവിനെ പ്രത്യേക രീതിയിൽ നിയന്ത്രിച്ചുകൊണ്ടായിരുന്നു. കൂടുതൽ ഉയരത്തിലേക്ക് ചാടുവാനും കൂടുതൽ ദൂരത്തിലേക്ക് ചാടുവാനും എല്ലാമുള്ള ഒരു കപ്പാസിറ്റി ഈ വായു നിയന്ത്രണത്തിലൂടെ ലഭിച്ചിരുന്നത്. അത് തന്നെയാണ് നമ്മൾ ശ്വാസത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് കൂടുതൽ ഊർജ്ജസ്വലരാകുന്നതിൻ്റെ ഒരു അടിസ്ഥാനം. അത് നമ്മളെ ഹീലിങ്ങിന് സഹായിക്കുകയും ചെയ്യും. ഊർജ്ജം കൃത്യമായി സംക്രമിച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഹീലിംഗ് അവിടെ സംഭവ്യമാകും. അതുതന്നെയാണ് ശ്വാസപരുക്കം അല്ലെങ്കിൽ ഈ പ്രാണിക് ഹീലിംഗ് എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം. ചോദിക്കാം, ഇനിയുണ്ടോ? ഓക്കെ, ഞാനൊരു ചോദ്യം ചോദിക്കാം. നന്നായിട്ട് ഉപ്പൂറ്റി വേദന, പലപ്പോഴും സ്ത്രീകൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉപ്പൂറ്റി നിലത്ത് ചവിട്ടാൻ പറ്റത്തില്ല. ഏറ്റവും ലളിതമായ ഒരു പരിപാടി എന്നാണെന്നറിയോ? ഉപ്പൂറ്റി വേദന കുറയാൻ ഏറ്റവും ലളിതമായ പരിപാടി, ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളിൽ 80% ആളുകളുള്ളതുണ്ട്. എന്താണ് ഏറ്റവും എളുപ്പം? രാവിലെ എഴുന്നേറ്റ് കട്ടിലിരുന്നിട്ട് നാമം ജപിച്ച് തറയിൽ തൊട്ട് നമസ്കരിക്കണമെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എത്ര പേര് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അതോടൊപ്പം നമ്മൾ കട്ടിലിൽ കാല് നിവർത്തിയിരിക്കണം. യോഗ അറിയാവുന്ന ആളുകളൊന്ന് കൈവക്കാമോ? പശ്ചിമോത്ഥാനാസനം ചെയ്യാൻ അറിയാവുന്നവർ. ഈ പശ്ചിമോത്ഥാനാസനം ചെയ്യുമ്പോൾ കാലിൻ്റെ പെരുവിരലിനെ പിടിച്ച് അകത്തോട്ട് വളയ്ക്കുന്നതോടൊപ്പം കാലിൻ്റെ മുട്ടും കൂടെ സ്ട്രെച്ച് ചെയ്ത് കൊടുത്ത് പരമാവധി കാൽപ്പത്തി ഇങ്ങനെ അകത്തേക്ക് വളച്ച് ഒരു 4-5 പ്രാവശ്യം ചെയ്തിട്ട് കാല് നിലത്തി ഒട്ടിക്ക് നിങ്ങൾക്ക് ഉപ്പൂറ്റി വേദന ഉണ്ടാവത്തില്ല. ഞാനിത് മനസ്സിലാക്കിയത് 1989 ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഒരു ഫാദറുണ്ട് ഞങ്ങളുടെ അടുത്താണ്. അപ്പോൾ അത് ഞങ്ങൾ വളരെ അടുപ്പം. അദ്ദേഹം ഈ ഉപ്പൂറ്റി വേദനയുമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ്ട് 2.5-3 വർഷത്തോളം ഞങ്ങളുടെ പ്രദേശത്ത് ഏറ്റവും വലിയ ഓർത്തോയുടെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് കഴുത്ത് ഒരു ദിവസം പ്രശ്നമായി, കഴുത്ത് അനങ്ങാതെ അവിടെ വന്നപ്പോൾ അതിനെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ വർഷങ്ങളായി എനിക്ക് ഉപ്പൂറ്റി വേദനയാണ്, എന്തൊക്കെ ചെയ്തിട്ടും പോകുന്നില്ല, എന്തെങ്കിലും ചെയ്യാൻ വഴിയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ചെയ്യാമെന്ന് പറയാൻ പാടില്ല എന്ന് ഗുരുക്കന്മാരെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ശ്രമിക്കാം. അദ്ദേഹത്തോട് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഇരിക്കാൻ പറഞ്ഞു. ഇതേ പ്രയോഗം ചെയ്ത് കാലിനെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി കൊടുത്തു.
അതിനുശേഷം അദ്ദേഹം വളരെ സുഖമായിട്ട് തറയിലിറങ്ങി നടന്നു. അപ്പോൾ അന്നേരം എന്നോട് പറഞ്ഞ് 2.5 വർഷം ഞാൻ ചികിത്സിച്ചിട്ട് എനിക്ക് 1% പോലും കുറയാത്ത സാധനം ഒരു പ്രയോഗത്തിലൂടെ ഇത്രയും കുറഞ്ഞെങ്കിൽ എനിക്കിതൊന്ന് കുറയ്ക്കാൻ സഹായിച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പം അന്നാണ് കൃത്യമായിട്ട് വ്യായാമങ്ങളൊക്കെ നിരന്തരം ചെയ്യുന്ന എനിക്ക് ബോധ്യമായത് റിവേഴ്സ് ഏത് പാർട്ടിൽ, ഏത് മസിലിൽ, ഏത് ജോയിൻറ്റിൽ വേദന വന്നാലും നമ്മൾ വളരെ സോഫ്റ്റായിട്ട് അതിനെ റിവേഴ്സ് പതിയെ പതിയെ സ്ട്രെച്ച് ചെയ്ത് കൊടുത്താൽ പൊതുവായ വേദനകൾ കുറയും. അതിനൊരു സംശയവുമില്ല. അങ്ങനെ കുറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇന്നു മുതൽ എൻ്റെ വൈദ്യം അവസാനിപ്പിക്കും. അങ്ങനെ കുറഞ്ഞില്ലെങ്കിൽ കൈവിരലുകളുടെ എല്ലാ സന്ധികളെയും നമ്മൾ സ്വന്തമായിട്ട് ഒന്ന് ഇളക്കി അതിനെ മുൻപോട്ടും പുറകോട്ടും ആക്കി പ്രസ് ചെയ്യുകയൊക്കെ ചെയ്താൽ പതിയെ പതിയെ അയഞ്ഞു വരും. എല്ലാ സന്ധികൾക്കെല്ലാം ഉണ്ടാകുന്ന വേദന അത് ജോയിൻസ് എല്ലാം സ്റ്റിഫ് ആകുന്നതുകൊണ്ടാണ്. അതായത് ജോയിൻസിൽ ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നതനുസരിച്ച് ഫ്ലൂയിഡ് ഡെഫിഷ്യൻസി വരും, ഡ്രൈനസ് വരും. അങ്ങനെ സന്ധികളിൽ വേദനയുള്ള മിക്കവാറും ആളുകൾ ശ്രദ്ധിച്ചോളൂ, അവർക്കെല്ലാം ആസിഡ് റിഫ്ലക്സ് ഉണ്ടാകും, ആസിഡിറ്റി ഉണ്ടാകും, യാതൊരു സംശയവും വേണ്ട. അതിനെ കുറച്ചാൽ, ആസിഡ് റിഫ്ലക്സിനെ കുറച്ചാൽ, അതിനെക്കുറിച്ച് ഇവിടെ ശ്രീദേവി വൈദ്യ സൂചിപ്പിച്ചിരുന്നു. ആസിഡ് റിഫ്ലക്സിനെ കുറച്ചാൽ നമ്മുടെ സന്ധികളിൽ ഉണ്ടാകുന്ന കട്ടി അല്ലെങ്കിൽ സന്ധികൾ ഡ്രൈ ആയി പോകുന്ന അവസ്ഥയ്ക്ക് കുറവ് വരും. കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ ആസിഡ് റിഫ്ലക്സിനെ കുറിച്ചുള്ള ഒരു റിസർച്ചിലായിരുന്നു ഞാനും എൻ്റെ 2-3 സുഹൃത്തുക്കളും കൂടി. അതിൽ നിന്നാണ് എനിക്ക് ഈ കാര്യം ബോധ്യപ്പെട്ടത്. അതോടൊപ്പം വൈറ്റമിൻ ഡിയുടെ കാര്യം പറഞ്ഞു. വൈറ്റമിൻ ഡി കിട്ടണമെങ്കിൽ വെയിൽ കൊള്ളണമെന്ന് പറഞ്ഞു. ഏത് സമയത്തെ വെയിലാണ് കൊള്ളണ്ടേ? വൈറ്റമിൻ ഡി ശരീരത്തുണ്ടാകാൻ ഏത് സമയത്തെ വെയിലാണ് കൊള്ളേണ്ടത്? ആർക്കും പറയാം. 11 മണിക്ക് ശേഷം, കറക്റ്റ് 11 മണിക്ക് ശേഷമുള്ള വെയിലാണ് കൊള്ളേണ്ടത്. എന്തുകൊണ്ടാണ് കാരണം? 11 മണിക്ക് ശേഷമുള്ള വെയിൽ കൊണ്ടാൽ നമുക്ക് റേഡിയേഷനൊന്നും, അൾട്രാവയലറ്റ് റേസ് കൊണ്ട് റേഡിയേഷനൊന്നും ഉണ്ടാവത്തില്ല. ആ അൾട്രാവയലറ്റ് റേസ് ശരീരത്തിൽ പതിക്കുമ്പോൾ മാത്രമാണ് വൈറ്റമിൻ ഡി ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുള്ളൂ. പക്ഷേ വൈറ്റമിൻ ഡി പ്രൊഡ്യൂസ് ചെയ്യപ്പെടണമെങ്കിൽ കാൽഷ്യവും ഫോസ്ഫറസും മഗ്നീഷ്യവും മനുഷ്യ ശരീരത്തിൽ ബാലൻസ്ഡ് ആയിട്ട് ഉണ്ടാവണം. ഇല്ലെങ്കിൽ ഒരു കാരണവശാലും വൈറ്റമിൻ ഡി പ്രൊഡ്യൂസ് ചെയ്യപ്പെടത്തില്ല. മറ്റൊരു കാര്യവും കൂടി, വിവാഹിതരല്ലാത്ത കുട്ടികൾക്ക് ഒരിക്കലും വൈറ്റമിൻ ഡിയുടെ സാക്ഷി കൊടുത്ത് അല്ലെങ്കിൽ സപ്ലിമെൻറ്റ് കൊടുത്ത് വൈറ്റമിൻ ഡി ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. അവരുടെ ഉണ്ടാകുന്ന പ്രജകൾക്ക് വൈറ്റമിൻ ഡി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി, ശരീരത്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെട്ടു പോകുമെന്ന് ആണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത്തരത്തിൽ വെയിൽ കൊള്ളുക, പോഷകാഹാരങ്ങൾ ആവശ്യമായി കഴിക്കുക, ആഹാര രീതിക്ക് സ്വന്തം ശരീരത്തിന് യോജിച്ച ആഹാരങ്ങൾ, ശരീരത്തിൽ എന്താണോ ഡെഫിഷ്യൻസി ഉള്ളത് അത് കണ്ടെത്തിയിട്ട് അതിന് യോജിച്ച ആഹാരങ്ങൾ കഴിച്ച് ആഹാരത്തെ ബാലൻസ് ചെയ്യുക. എത്ര സമയം ആഹാരം കഴിക്കണം? ജനറലി നമ്മുടെ ശീലം അനുസരിച്ച് സാറ് പറഞ്ഞ് 2 നേരം എന്ന് പറഞ്ഞു. അത് 1 നേരമാക്കി ചുരുക്കുകയാണെങ്കിൽ അത്രയും കൂടെ കൂടുതൽ ആരോഗ്യം കിട്ടും. ഇനിയിപ്പം സ്ഥിരമായിട്ട് സംഭവിച്ചില്ലെങ്കിൽ പോലും ദിവസം 2 നേരം ആഹാരം കഴിക്കുക. നിർബന്ധമായിട്ട് ആഴ്ചയിൽ 1 ദിവസം. അതിനിപ്പോൾ സായിപ്പന്മാർ ഓമനം പേര് പറയുന്ന ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിംഗ് എന്നാണ്. നമ്മുടെ അമ്മച്ചിമാർ ചൊവ്വാവ്രതവും ശനിയാഴ്ച വ്രതവും ഒക്കെ എടുക്കുമായിരുന്നില്ലേ പണ്ട്? നമ്മുടെ അമ്മച്ചിമാർ, നമ്മുടെ അമ്മമാർ പണ്ട് ശനിയാഴ്ച വ്രതവും ബുധനാഴ്ച വ്രതവും ഒരിക്കൽ വ്രതം എടുക്കുമായിരുന്നു. അതൊക്കെ നിർത്തി. അതിനെയാണ് ഈ ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിംഗ് എന്ന ഓമനപ്പേരിൽ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ക്രമീകരിക്കപ്പെടുമ്പോൾ ഏതാണ്ട് ഈ പറയപ്പെടുന്ന ജീവിതശൈലി രോഗങ്ങളെന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന പല സാധനങ്ങൾ ഒഴിവാകും. ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാനുള്ള അടിസ്ഥാന കാരണം എന്താ? നമ്മളെല്ലാം വെജിറ്റേറിയൻ കഴിക്കുന്നവരാ. ഈ വെജിറ്റേറിയൻ കഴിക്കുമ്പോൾ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് ആണ് കഴിക്കുന്നത്, അന്നജമാണ് കഴിക്കുന്നത്. പ്ലാൻ പ്രോട്ടീൻ കഴിക്കുന്നില്ല. പ്ലാൻ പ്രോട്ടീൻ കഴിക്കണം, ചെടികളിൽ നിന്നുണ്ടാകുന്ന പ്രോട്ടീൻ കഴിക്കണം. അപ്പോഴാണ് നമ്മളിൽ പിന്നെ പ്രോട്ടീൻ ഡെഫിഷ്യൻസി കുറയുകയും നമ്മളിൽ ഈ കഴിക്കുന്ന അന്നജം ശരീരത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ, വയറിൻ്റെ സൈഡിൽ, പൃഷ്ഠത്തിൽ, ചെസ്റ്റിൽ, കവിളിൽ എല്ലാം വന്ന് ഈ ഗ്ലൂക്കോസ് ആയിട്ട്, കൊഴുപ്പായിട്ട് കൺവേർട്ട് ചെയ്ത് അടിയപ്പെടാതിരിക്കുകയുള്ളൂ. അങ്ങനെ യോജിച്ച ആഹാരങ്ങൾ, പഥ്യ ആഹാരങ്ങൾ ശീലിച്ച് വേണം നമ്മൾ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ രണ്ടാമത്തെ പ്രോസസ്സ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ചോദ്യങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ആസിഡ് റിഫ്ലക്സ് കുറയ്ക്കാൻ എന്ത് ചെയ്യണമെന്നോ? കാർബോ കുറയ്ക്കണം. നമ്മൾ ഇന്ന് നമുക്ക് ലഭിക്കുന്ന ഗോതമ്പിനകത്ത് ഏറ്റവും കൂടുതലുള്ള ഹരിത വിപ്ലവം കൊണ്ട് ഗോതമ്പിൻ്റെ പ്രൊഡക്ഷൻ കൂടി. പക്ഷേ ഗോതമ്പിനകത്ത് ഉൾപ്പെടുത്തിയ വസ്തു എന്താണ്? ഗോതമ്പിനകത്ത് എന്ത് കൂട്ടിയപ്പോഴാണ് ഗോതമ്പിൻ്റെ പ്രൊഡക്ഷൻ കൂടിയത്? ഗ്ലൂട്ടൺ എന്ന് പറഞ്ഞ സാധനം ഗോതമ്പിൽ കൂടിയത്. ഈ ഗ്ലൂട്ടൺ അസിഡിറ്റി ഉണ്ടാക്കുന്ന സാധനമാണ്. ഗ്ലൂട്ടനാണ് അസിഡിറ്റി ഉണ്ടാക്കുന്നത്. അപ്പോൾ ആസിഡ് റിഫ്ലക്സ് ഉള്ള ആളുകൾ രാത്രിയിൽ ഗോതമ്പ് കൊണ്ടുള്ള
ചപ്പാത്തിയോ മറ്റു സാധനങ്ങളോ കഴിച്ചിട്ട് കിടക്കും, രാത്രി നിങ്ങൾക്ക് പൊളിച്ചത് കിട്ടും. അതിന് സിമ്പിൾ ഒരു പരിപാടിയുണ്ട്. ആസിഡിനെ സബ്സൈഡ് ചെയ്യുന്ന ഒരു വസ്തു എന്നാണ് 7ാം ക്ലാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യുന്ന ഒരു വസ്തുവുണ്ട്. ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യുന്ന ആൽക്കലൈൻ മുഖാന്തരമാണ്. അപ്പോൾ ആൽക്കലൈൻ അടങ്ങിയ ഫുഡുകൾ കഴിക്കണം. എല്ലാ പച്ചക്കറികളിലും, പ്രത്യേകിച്ച് നമ്മുടെ സാലഡ് കുക്കുംബർ, നോർമൽ കുക്കുംബർ, മത്തങ്ങ, കുമ്പളങ്ങ, ചുരയ്ക്ക, കോവയ്ക്ക, ഇതിനകത്തെല്ലാം അടങ്ങിയിരിക്കുന്നത് എന്തോന്നാണ്? ആൽക്കലൈനാണ്. അപ്പോൾ അങ്ങനെ കണ്ടമാനം ആസിഡ് റിഫ്ലക്സ് ഉള്ളവർ വളരെ ലളിതമായിട്ടൊരു കാര്യം ചെയ്യൂ. രാവിലെ വൈകുന്നേരവും വലിയ കാശ് മുടക്കൊന്നുമില്ല, ഓരോ കുക്കുംബർ ജ്യൂസ് അടിച്ച് കഴിക്കാവോ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ വെറും വയറ്റിൽ വെള്ളം തൊടാതെ, മധുരം ഇടാതെ, ഉപ്പൊഴിക്കാതെ, തൊലി കളഞ്ഞിട്ട് ഒരു കുക്കുംബർ ജ്യൂസ് കഴിക്കണം. കുക്കുംബറിൻ്റെ പിശുട് കഴിക്കരുത്, ജ്യൂസ് തന്നെ കഴിക്കണം. നിങ്ങൾ അങ്ങനെ 1 മാസം പ്രയോഗിച്ച് നോക്കൂ. നിങ്ങൾ ആഹാരം കഴിച്ചിട്ട് വയറ് കമ്പിക്കുന്ന മുഴുവൻ ആളുകൾക്കും അത് അവസാനിച്ചിരിക്കും, സംശയമില്ല. ഞാൻ എൻ്റെ ശരീരത്തെ പരീക്ഷിച്ചറിഞ്ഞതാണ്. ഇനിയിപ്പോൾ കുക്കുംബർ കിട്ടിയില്ലേ, നിങ്ങൾ കുമ്പളങ്ങ കഴിച്ചോളൂ, മത്തങ്ങ കഴിച്ചോളൂ, ചുരയ്ക്ക കഴിച്ചോളൂ, കോവയ്ക്ക കഴിച്ചോളൂ, ഏതിൻ്റെങ്കിലും ജ്യൂസ് മതി. ജ്യൂസ് കഴിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ആസിഡ് റിഫ്ലക്സ് കുറയും. അതോടുകൂടി പല സന്ധിവേദനയും കുറയും. ആസിഡ് റിഫ്ലക്സ് കൂടുതലുള്ളവർക്ക് സന്ധിവേദന കൂടുതലാണ്, സന്ധികളിൽ നീരുകളും കൂടുതലാണ്. അമ്മച്ചി ധൈര്യമായിട്ട് പരീക്ഷിച്ചു. അല്ലെങ്കിൽ ഫോൺ നമ്പർ മേടിച്ചിട്ട് എന്നെ എന്ത് ഇയാൾ വലിയ വർത്തമാനം വന്നിട്ട് കുറയാത്തതെന്ന് ധൈര്യമായിട്ട് ചോദിച്ചു. കുറയുമെന്ന് എനിക്ക് ഗ്യാരണ്ടി ഉണ്ട്. നിങ്ങൾ പരീക്ഷിച്ചോളൂ. ഇതെല്ലാം നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അതോടൊപ്പം നമ്മൾ മസാലകളുടെ അളവ് കുറയ്ക്കണം. ഫ്രൈ ചെയ്ത സാധനങ്ങൾ കുറയ്ക്കണം. പഞ്ചസാര എന്ന് പറയുന്ന സാധനം ഒഴിവാക്കിക്കേ, നിങ്ങളുടെ സന്ധിവേദന ഒഴിവാകും. പഞ്ചസാര എന്ന് പറയുന്ന സാധനം ജീവിതത്തിൽ ഒഴിവാക്കിക്കേ, നിങ്ങളുടെ സന്ധിവേദന കുറയും. ഒരു സംശയം വേണ്ട. അത് ഞാൻ എൻ്റെ ശരീരത്തെ പരീക്ഷിച്ചറിഞ്ഞതാണ്. 250 ഗ്രാം പഞ്ചസാര ഒരു ദിവസം പഞ്ചസാരയായിട്ട് മാത്രം കഴിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. 2.5 വർഷമായിട്ട് പഞ്ചസാരയില്ല, അരിയില്ല, ഗോതമ്പില്ല, പ്ലാൻ പ്രോട്ടീൻ വസ്തുക്കളോ കഴിക്കുക. 1.5 വർഷം കൂടി ഇന്ന് ഉച്ചയ്ക്ക് ഇവിടുന്ന് ചോറുണ്ടത്. 1.5 വർഷം കൂടി. കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഞാൻ ചോറുണ്ടില്ല. അന്നേരം അവിയലുണ്ടായിരുന്നു, അന്നേരം ഒന്നുമില്ലായിരുന്നു ഞാൻ നോക്കിയപ്പോൾ. പിന്നെ എൻ്റെ കൂടെ ബേബി വൈദ്യരുടെ മകനുണ്ടായിരുന്നു, അവൻ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചു അവൻ്റെ കൂടെ ഇരുന്ന് ഞാൻ ഒരു അല്പം ചോറ് കഴിച്ചു. 1.5 വർഷം കൂടിയിട്ടാണ് അരി എന്ന് പറഞ്ഞ സാധനം എൻ്റെ ഉള്ളിൽ ചെല്ലുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും അങ്ങനെ കഴിച്ചാൽ ആരോഗ്യം സംരക്ഷിക്കേണ്ടതെന്ന്. അങ്ങനെ ഇത് ഒഴിവാക്കിയാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആരോഗ്യം ഉണ്ടാവും. ഒരു നേരത്തെ ആഹാരത്തിലേക്ക് നമ്മൾ ചുരുങ്ങും. നമ്മൾ ഈ പറയുന്ന പോലെ വലിച്ചുവാരി കഴിക്കേണ്ട ആവശ്യമില്ല. ആഹാരം വളരെ നമ്മളിൽ ചുരുങ്ങും. ഇരട്ടി ഊർജ്ജം നമ്മളിലുണ്ടാവും. എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരമായിട്ട് 3 മണിക്കൂർ കഠിനമായി വ്യായാമം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഒരു നേരമാണ് ആഹാരം കാര്യമായി കഴിക്കുക. ബ്രേക്ക്ഫാസ്റ്റാണ് യഥാർത്ഥത്തിൽ കഴിക്കേണ്ടത്. പിന്നെ വിശന്നെങ്കിൽ മാത്രം കഴിച്ചാൽ മതി. 1-2 ആഴ്ച നമുക്കങ്ങനെ വിശപ്പ് തോന്നിയാൽ കഴിക്കുക. അതിനുശേഷം സ്വാഭാവികമായിട്ട് ആ വിശപ്പ് അങ്ങ് കുറയും. അപ്പോൾ ആസിഡ് റിഫ്ലക്സ് ഉള്ള എല്ലാവരും, അസിഡിറ്റി ഉള്ള എല്ലാവരും, പൻഡാറ്റാബ് എന്ന് പറഞ്ഞ സാധനം കഴിക്കുന്ന എല്ലാവരും നിങ്ങൾ ഈ കുക്കുംബർ ജ്യൂസോ അല്ലെങ്കിൽ കുമ്പളങ്ങ ജ്യൂസോ അല്ലെങ്കിൽ മത്തങ്ങ ജ്യൂസോ കഴിക്കൂ. ഒരു 1/2 ഗ്ലാസ് തനി ജ്യൂസ് കഴിക്കണം. വെള്ളം ചേർക്കരുത്, ഉപ്പ് ചേർക്കരുത്, മധുരം ചേർക്കരുത്. നിങ്ങൾ കഴിച്ചു നോക്കൂ. കഴിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് മാറ്റമില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചോളൂ. അപ്പോൾ ആസിഡിറ്റി കുറയുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് സന്ധിവേദനകൾ കുറയും. പല മരുന്നുകളും ഒഴിവാക്കാം. അസിഡിറ്റി കുറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കൊളസ്ട്രോളും കുറയും, നിങ്ങളുടെ ഷുഗറും കുറയും, നിങ്ങളുടെ പ്രഷറും കുറയും. ഗ്യാരണ്ടി. അപ്പോൾ എന്നോട് മതി നിർത്തിക്കോളാൻ പറഞ്ഞു. അതുകൊണ്ട് ക്ഷമയോടെ